നിലമ്പൂർ കൊലപാതക കേസ് അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാവുന്നു. കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധുക്കളുടെ മൊഴി പോലീസ് പരസ്യമായാണ് എടുത്തത്. മൊഴിയെടുക്കുമ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ പ്രതിഷേധത്തിനും കാരണമായി. രാവിലെ 11 മണിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ നിലമ്പൂർ സിഐ കെ എ ചന്ദ്രൻ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നതിനായി കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തിയത്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമായിരുന്നു സിഐ എത്തിയത്. രാധയുടെ ബന്ധുക്കളുടെ മൊഴി വീട്ടുമുറ്റത്ത് വെച്ച് പരസ്യമായാണ് സിഐ എടുത്തത്. സിഐ ബന്ധുക്കളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ആദ്യം ഉത്തരം പറഞ്ഞത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനും നിലമ്പൂർ നഗരസഭ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോൽക്കുകയും ചെയ്ത വിജയനാരായണൻ എന്നയാളായിരുന്നു. ഈ മൊഴിയാണ് പിന്നീട് രാധയുടെ ബന്ധുക്കളും ആവർത്തിച്ചത്. കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ഭാഗമാണ് ഇതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള അവസരം അവർ കൊടുക്കാതെ വീട്ടുകാരോടാണ് ചോദിക്കേണ്ടത്, അല്ലാതെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനോടല്ല ചോദിക്കേണ്ടത്. അവരോട് ചോദിക്കാതെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അവരെ പറയാൻ സമ്മതിക്കില്ല. ആ രീതിയിലുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ള. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലാത്സംഗം സ്ഥിരീകരിച്ചിട്ടും നേരത്തെ സിഐ അത് നിഷേധിച്ചതും വിവാദമായിരുന്നു. കൊലപാതകത്തിലെ ഉന്നത ബന്ധം പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണിയും ബിജെപിയും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.